ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ആനുവൽ എക്സാമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2025-26 പ്രാവശ്യത്തെ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Activity 1, Reading Comprehension. Read the following paragraph and answer the following questions. അപ്പോൾ എന്താണ്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. As the sun set over the small town of Willow Creek, a sense of excitement filled the air. It was the night of the annual summer fair, and everyone was looking forward to it. For Emily, a shy and curious 12 years old, the fair was a chance to escape the monotony of her daily routine. She had spent the entire week helping her mother prepare for the fair, baking pies and making crafts to sell. As she walked through the gates, Emily's eyes widened with wonder. The smell of sugary treats and fried fruits wafted through the air, making her stomach growl with hunger. She spent the evening exploring the stalls, playing games and laughing with her friends. But the highlight of the night came when Emily stumbled upon a small mysterious stall tucked away in a corner. The sign above the stall read, "Madam Luna's Fortune Telling." Emily felt a shiver run down her spine as she approached the stall. ഓക്കെ, അപ്പോൾ എമിലിനെ കുറിച്ചിട്ടുള്ളൊരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈവൻറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ദ ടൗൺ ഓഫ് വിലോ ക്രീക്ക്. അപ്പോൾ എന്താണ് ഈ ടൗണിൽ നടക്കുന്ന ഈവൻറ്റ്? അപ്പോൾ ആ ഈവൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ഈവൻ്റാണ്? ദ ആനുവൽ സമ്മർ ഫെയർ വാസ് ഹാപ്പനിങ് ഇൻ വിലോ ക്രീക്ക്. ആനുവൽ സമ്മർ ഫെയർ ആണ് അവിടെ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹൗ ഡിഡ് എമിലി ഫീൽ അബൌട്ട് ദ ഫെയർ. ഈ ഫെയറിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് എമിലിക്ക് ഫീൽ ചെയ്യുന്നത്? എമിലി വാസ് എക്സൈറ്റഡ് ആൻഡ് ക്യൂരിയസ് അബൌട്ട് ദ ഫെയർ. ഭയങ്കര എക്സൈറ്റഡ് ആണ് എമിലി, അതുപോലെ തന്നെ ക്യൂരിയസുമാണ്. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. What had Emily been doing to prepare for the fair? അപ്പോൾ ഈ ഫെയറിന് വേണ്ടിയിട്ട് എമിലി എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? എമിലി ഹാഡ് ബീൻ ഹെൽപ്പിംഗ് ഹെർ മദർ ബേക്ക് പൈസ് ആൻഡ് മേക്ക് ക്രാഫ്റ്റ് ടു സെൽ. എമിലി എന്ത് ചെയ്യാണ്? എമിലിയുടെ അമ്മയെ സഹായിക്കുകയാണ്. ഇങ്ങനെ പൈസ് ബേക്ക് ചെയ്യാനും അതുപോലെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കാനും എമിലി അമ്മയെ സഹായിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് എമിലി സ്മെൽ വെൻ ഷീ വാക്ക്ഡ് ത്രൂ ദ ഗേറ്റ്. എന്താണ് എമിലി ആ ഗേറ്റിൽ കൂടെ പോകുമ്പോൾ സ്മെൽ ചെയ്തത്? എമിലി സ്മെൽഡ് ഷുഗറി ട്രീറ്റ്സ് ആൻഡ് ഫ്രൈഡ് ഫുഡ്സ്. എന്താണ്? നല്ല മധുരമുള്ള ട്രീറ്റ്സുകളും അതുപോലെ ഫ്രൈഡ് ഫുഡ്സിൻ്റെയും സ്മെല്ലാണ് വന്നത്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മിസ്റ്റീരിയസ് സ്റ്റോൾ എമിലി ഡിസ്കവേർഡ്. എമിലി ഡിസ്കവർ ചെയ്തിട്ടുള്ള ആ മിസ്റ്റീരിയസ് സ്റ്റോളിൻ്റെ പേരെന്താണ്? അപ്പോൾ അതും പറയുന്നുണ്ട്. എന്താണ്? മാഡം ല്യൂണാസ് ഫോർച്യൂൺ ടെല്ലിംഗ് എന്നാണ് ആ സ്റ്റോളിൻ്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2. അപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള എന്താണ് ആക്ടിവിറ്റി നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി ഇൻ ദ സ്റ്റോറി രഞ്ജീസ് മാജിക് ബാറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലെസനാണ് രഞ്ജീസ് മാജിക് ബാറ്റ്. അതിലെ മെയിൻ ക്യാരക്ടറാണ് ആര്? രഞ്ജി. അപ്പോൾ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. രഞ്ജി ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്. എന്താണ്? രഞ്ജിക്ക് ക്രിക്കറ്റ് കളിക്കുന്നത് നല്ല ഇഷ്ടമാണ്. രഞ്ജി ഈസ് വെരി അംബീഷ്യസ് അബൌട്ട് ഹിസ് കരിയർ ഇൻ ക്രിക്കറ്റ്. അപ്പോൾ രഞ്ജി എന്താണ്, ഈ ക്രിക്കറ്റിലുള്ള തൻ്റെ കരിയറിനെ കുറിച്ചിട്ട് നല്ല അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി ഈസ് വെരി ഹംബിൾ ആൻഡ് മോഡസ്റ്റ് ഇൻ ഹിസ് ബിഹേവിയർ. അപ്പോൾ എങ്ങനത്തെ ആളാണ് രഞ്ജി? രഞ്ജി വളരെയധികം ഹംബിളായിട്ട്
ആയിട്ടുള്ള ഒരു ആളാണ്. ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓൾവേസ് റെഡി ടു ഫേസ് ചാലഞ്ചസ്. അപ്പോൾ രഞ്ജി എന്താണ്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എപ്പോഴും ഓരോ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഹി ലൈക്സ് ടു മേക്കിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ ക്യാരീസ് ഔട്ട് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് ഡെഡിക്കേഷൻ. അപ്പോൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രഞ്ജി. മാത്രമല്ല രഞ്ജിയുടെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായി നല്ല ഡെഡിക്കേഷനിൽ ചെയ്യുന്ന ഒരാളാണ്. His passion for the sports and determination to improve himself distinguish him as a promising player. അപ്പോൾ എന്താണ് സ്പോർട്സിൽ രഞ്ജിക്കുള്ള പാഷനും അതുപോലെ ഈ രഞ്ജിയുടെ ഡിറ്റർമിനേഷനും ഒക്കെയാണ് രഞ്ജിനെ ഒരു പ്രോമിസിങ് പ്ലെയറായി മാറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3 എന്താണ്? കോൺവേഴ്സേഷനാണ്. ഓക്കെ, അപ്പോൾ കോൺവേഴ്സേഷൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ഹിലാരിയോസ് സിസ്റ്റർ ആൻഡ് ജോസഫ് വെൻ ദേ സ്റ്റാർട്ടഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ടോയ്സ്. അപ്പോൾ എന്താണ്, നമ്മൾ ഏത് ലെസണിലാണ് ദ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ലെസണിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിലത്തെ ഒരു കോൺവേഴ്സേഷനാണ് ഹിലാരിയോസ് സിസ്റ്ററും ജോസഫും തമ്മിൽ ഈ ടോയ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കോൺവേഴ്സേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഹിലാരിയോ സിസ്റ്റർ, ഹലോ, വാട്ട് ഷുഡ് ഐ കോൾ യു? അപ്പോൾ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ ജോസഫ് പറയാണ്, ഐ ആം ജോസഫ്. ഞാൻ ആരാണ്? ഞാൻ ജോസഫാണ്. ദെൻ ഹിലാരിയോ സിസ്റ്റർ, ജോസഫ്, വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദ അതർ ചിൽഡ്രൻ? ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? അപ്പോൾ എന്താണ് നീ ബാക്കിയുള്ള കുട്ടികളുമായി കളിക്കാത്തത്? നിനക്ക് ടോയ്സ് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ജോസഫ് പറയുന്നത്? യെസ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് ദീസ് ടോയ്സ്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ ടോയ്സ് ഒന്നും വേണ്ട. ദെൻ ഹിലാരിയോ സിസ്റ്റർ, ഓ ഇറ്റ്സ് ദർ സംതിങ് എൽസ് യു ഹാഡ് ലൈക്ക് ഇൻസ്റ്റെഡ്? അപ്പോൾ എന്താണ്, ഇതിന് പുറമേ നിനക്ക് ഇഷ്ടമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ജോസഫ് പറയാണ്, യെസ് ഉണ്ട്. എന്താണ്? ഐ നീഡ് എ യെല്ലോ അംബർല. എനിക്ക് എന്ത് വേണം? ഒരു യെല്ലോ അംബർല വേണം. അപ്പോൾ എന്താ ഹിലാരിയോ സിസ്റ്റർ പറയുന്നത്? യെല്ലോ അംബ്രല്ല, ദാറ്റ്സ് അൺയൂഷ്വൽ. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് യുവർ നീഡ്? അപ്പോൾ എന്താണ് യെല്ലോ അംബ്രല്ല? അത് സാധാരണ ആരും അങ്ങനെ പറയാറില്ലല്ലോ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. ദെൻ ജോസഫ്, ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫാദർ. ദ ലാസ്റ്റ് ടൈം ഐ സോ ഹിം ഹി വാസ് ഹോൾഡിങ് എ യെല്ലോ അംബ്രല്ല. അപ്പോൾ എന്താണ്, അതെൻ്റെ അച്ഛനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മഞ്ഞക്കുട ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ, the last time I saw him he was holding a yellow umbrella. Then ഹിലാരിയോ സിസ്റ്റർ പറയാണ്, ഓക്കെ ജോസഫ്, ഐ വിൽ അറേഞ്ച് ഇറ്റ്. ഞാനത് അറേഞ്ച് ചെയ്തോളാം. ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ഷെയർ യുവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ്. നമുക്ക് കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, വെൻ യു ആർ ദ സ്ട്രീറ്റ്, വെൻ ഈവനിങ് ഫാൾ സോ ഹാർഡ്, ഐ വിൽ കംഫർട്ട് യു, ഐ വിൽ ടേക്ക് യുവർ ഹാർട്ട്, ഓ വെൻ ഡാർക്ക്നെസ് കംസ് ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോമാണ്. ഇനി അതിൻ്റെ അടിയിൽ നമുക്ക് നോക്കാം. വി ഓഫൺ ഹെൽപ്പ് നീഡി പീപ്പിൾ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ആവശ്യക്കാരെ സഹായിക്കാറുണ്ട്. റീകോൾ സച്ച് ഇൻസ്റ്റൻസസ് ഫ്രം യുവർ ലൈഫ്, ഷെയർ യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്തരത്തിൽ കൂട്ടുകാരെ ആവശ്യക്കാരനെ സഹായിച്ചിട്ടുള്ള ഇൻസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഏതാണ്? ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്ന ഫോർമുലയാണ്. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? അപ്പോൾ നമ്മൾ ഒരുപാട് ആവശ്യക്കാരനെ നമ്മൾ സഹായിച്ചിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതിലേതെങ്കിലും ഒരു സന്ദർഭം, അതിലേതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് ചെയ്താൽ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വൺ ഈവനിങ് വെൻ ഐ വാസ് വെയിറ്റിംഗ് മൈ bus near our school, at that time I met a boy who is sitting the bus stop. അപ്പോൾ എന്താണ്, ഒരു ഈവനിങ്ങിൽ ഞാൻ എൻ്റെ ബസ് കാത്തു നിൽക്കുമ്പോൾ, സ്കൂളിൻ്റെ അടുത്ത് ബസ് കാത്തു നിൽക്കുമ്പോൾ ഞാൻ എന്ത് കണ്ടു? ബസ് സ്റ്റോപ്പിൽ ഒരു ബോയ് നിൽക്കുന്നത് കണ്ടു.
ഐ നോട്ടീസ് ദാറ്റ് ഹീ ഈസ് വെരി സാഡ്. അപ്പോൾ ആ ബോയ് എങ്ങനെയാണ്, വളരെയധികം വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. വെൻ ഐ ആസ്ക് ഹിം ഹീ ടോൾ മീ ദാറ്റ് ഹി ഓൾവേസ് ഗോയിങ് ടു ഹോം വിത്ത് ഹിസ് ഗ്രാൻഡ് പാ. ഹി ഈസ് ഓൾവേസ് വെയിറ്റിംഗ് ഹിം ഇൻ ദ ബസ് സ്റ്റോപ്പ്. ബട്ട് യെസ്റ്റർഡേ ഹി ഫെൽ സം ഹെൽത്ത് ഇഷ്യൂസസ് ആൻഡ് ഗെറ്റ് ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലേക്ക് എപ്പോഴും പോവുക, ഗ്രാൻഡ് പാൻ്റെ കൂടെയാണ്, എപ്പോഴും ബസ് സ്റ്റോപ്പിൽ കാത്തു വെക്കും. പക്ഷേ ഇന്നലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ആയി. നൗ ഹി ഹാഡ് ടു ഗോ ടു ഹൗസ് ലോൺലി ആൻഡ് ഫെൽറ്റ് സോ സാഡ് അബൌട്ട് ഹിസ് ഗ്രാൻഡ് പാ. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിക്ക് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകണം, മാത്രമല്ല ഈ ഗ്രാൻഡ് പാൻ്റെ കാര്യം ആലോചിച്ചിട്ട് നല്ല വിഷമമുണ്ട്. ഹിയറിങ് ദാറ്റ് ഐ ഫെൽ സോ സാഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി. ഐ സാറ്റ് നിയർ ഹിം ആൻഡ് കൺസോൾഡ് ഹിം. ഞാൻ അവൻ്റെ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്തു, അവനെ സമാധാനിപ്പിച്ചു. ആൻഡ് സെഡ് ഹിം ദാറ്റ് ഡോണ്ട് ബി ഫീൽ സാഡ്, വി വിൽ ഗോ ടുഗെദർ ടു ഹോം ആൻഡ് ഐ വിൽ ബി വിത്ത് യു ഓൾവേസ് വെൻ യു ആർ ഗ്രാൻഡ് പാ ഫീലിംഗ് വെൽ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോവാം, ഞാൻ ആക്കി തരാം, ഗ്രാൻഡ് പാക്ക് അസുഖം മാറുന്നത് വരെ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. വെൻ ഹി ഹേർഡ് ദിസ് ഹി ഫെൽ സോ ഹാപ്പി ആൻഡ് ഐ ഹെൽപ്ഡ് ഹിം ടു ഗോ ടു ഹിസ് ഹോം. ഹി താങ്ക്ഡ് മീ അ ലോട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. അവനോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ എക്സ്പീരിയൻസ് തന്നെ എഴുതണമെന്നില്ല, കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് വേണം കൂട്ടുകാർ എഴുതാനായിട്ട്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്, എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്, അത് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക് ഹി മേഡ്. ഹി ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അക്ഷരം എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. എച്ച് എന്തായിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. മേഡ് എൻക്വയറീസ്. എൻക്വയറീസിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, ENQUIRIES അതാണ് എൻക്വയറീസ്. ആൻഡ് ഗീവ് ഓർഡേഴ്സ് അല്ല, അവിടെ ടെൻസ് തെറ്റാണ്, ഗേവ് ഓർഡേഴ്സ് ആണ് വരിക. ഗേവ് ഓർഡേഴ്സ് ടു ഡിസ്മിസ് ദ കറപ്റ്റ് ഒഫീഷ്യൽസ്. മോർ നെവർ വാസ് ടേബിൾ ഫുഡ്. മോർ നെവർ എന്നല്ല വരിക, അവിടെ എന്താണ് വരിക, നെവർ മോർ എന്നാണ് വരിക. ഓക്കെ, നെവർ മോർ വാസ് സ്റ്റേൽ ഫുഡ് സെർവ്ഡ് ഓഫ് ദ കിങ്സ് ഓട്ടുപുര. ഓഫ് അല്ല വരിക, അവിടെ എന്താണ് വരിക, അറ്റ് ദ കിങ്സ് ഓട്ടുപുര എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇനിയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം, മാത്രമല്ല ബാക്കി സബ്ജക്റ്റിനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. Thanks.